നമസ്കാരം. പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ അവിടുത്തെ ഭരണകൂടവും പട്ടാള മേധാവിയായ അസീം മുനീറും ചേർന്ന് ഇഞ്ചിഞ്ചായി കൊല്ലുകയാണ്. വർഷങ്ങളായി അദ്ദേഹം ജയിലിലാണ് എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട് പലതവണ പലതരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി 70കാരനായ ഇമ്രാൻഖാൻ്റെ ആരോഗ്യസ്ഥിതി അത്യധികം വഷളാണ്, അദ്ദേഹം ഗുരുതരാവസ്ഥയിലാണ് എന്നൊക്കെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. പക്ഷേ അത്രമാത്രം ഗുരുതരാവസ്ഥയിലൊന്നും അല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ക്ഷയിക്കുകയാണ്, അദ്ദേഹത്തെ അവിടെ ജയിലിൽ കൊല്ലാക്കൊല്ല ചെയ്യുകയാണ് എന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കുടുംബം അത്തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. ഇപ്പോഴിതാ ഇമ്രാൻഖാനെ ജയിലിൽ നിന്നും രഹസ്യമായി ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ശ്രമം നടക്കുന്നു എന്ന വാർത്ത വരുന്നു. ഇമ്രാൻഖാൻ്റെ ചികിത്സയ്ക്കായി ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിക്കും എന്ന തീരുമാനം സർക്കാർ എടുത്തിരിക്കുന്നു. പക്ഷേ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുന്നതിനെ എതിർത്തിരിക്കുകയാണ് കുടുംബം. ഇമ്രാൻഖാന് ഭാഗികമായി കാഴ്ചശക്തി നഷ്ടപ്പെട്ടു എന്നാണ് പുറത്തു വരുന്ന വിവരം. ഇമ്രാൻഖാനെ ചികിത്സിക്കാനാണ്, ഈ കാഴ്ചശക്തി നഷ്ടപ്പെട്ടത് ചികിത്സിക്കാനാണ് പ്രത്യേക ഐ ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നതും മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചിരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതും. പക്ഷേ ഈ മെഡിക്കൽ ബോർഡിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഡോക്ടറെ ഉൾപ്പെടുത്തണമെന്നാണ് കുടുംബം പറയുന്നത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്കുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ടെസ്റ്റുകളിലുമെല്ലാം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗത്തെയും അതുപോലെ തന്നെ ഈ പേഴ്സണൽ ഡോക്ടറെയും ഉൾപ്പെടുത്തണം, ഇവരുടെ സാന്നിധ്യം ഉറപ്പാക്കണം, അല്ലാതെ നടത്തുന്ന ഗൂഢനീക്കങ്ങളെ എതിർക്കും എന്ന് ഇപ്പോൾ കുടുംബം അറിയിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. നമുക്കറിയാം, പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയായിരുന്നത് ഇമ്രാൻഖാൻ പ്രധാനമന്ത്രിയായിരുന്നത് 2018 ഓഗസ്റ്റ് മുതൽ 2022 ഏപ്രിൽ വരെയാണ്. പാകിസ്ഥാൻ തെഹ്രീക്കെ ഇൻസാഫ് PTI എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടി വളരെയധികം ജനകീയമാകുന്നത് ഈ സമയത്താണ്. അങ്ങനെയാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായി മാറുന്നതും. അവിടെ പരമ്പരാഗത വൈരികളായി ഉണ്ടായിരുന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ, ആ രണ്ട് രാഷ്ട്രീയ പാർട്ടികളെയും പിന്തള്ളിയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായി ഇമ്രാൻഖാൻ ചുമതലയേൽക്കുന്നത്. പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിന് പട്ടാള മേധാവികളുമായി ഉണ്ടായ ചില സ്വരച്ചേർച്ച, അതാണ് അദ്ദേഹം സ്ഥാനഭ്രഷ്ടനാക്കപ്പെടാൻ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇപ്പോഴത്തെ പട്ടാള മേധാവി അസീം മുനീറുമായിട്ടൊക്കെ അദ്ദേഹം തെറ്റുന്നു. അദ്ദേഹം ISIയുടെ മേധാവിയായിരുന്ന സമയത്തൊക്കെ അസീം മുനീറിനെതിരെ ഇമ്രാൻഖാൻ നടപടിയെടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അതിൻ്റെ പ്രതികാരമാണ് പിന്നീട് പട്ടാളം തീർക്കുന്നത്, ഇമ്രാൻഖാനെ ചവിട്ടി പുറത്താക്കുന്നു. അതിനുശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിലും ഇമ്രാൻഖാൻ ജയിക്കുമെന്നൊരു സാഹചര്യമുണ്ടായി. കാരണം അദ്ദേഹത്തിന് ജനങ്ങളുടെ പിന്തുണയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പട്ടാള ഭരണകൂടം അല്ലെങ്കിൽ പട്ടാളത്തിൻ്റെ പിന്തുണയോടുകൂടി അവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇമ്രാൻഖാനെതിരെ അല്ലെങ്കിൽ അവിടുത്തെ ഭരണകൂടം ഇമ്രാൻഖാനെതിരെ ധാരാളം കേസുകൾ ചുമത്തുന്നു. അവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇമ്രാൻഖാൻ്റെ നേതൃത്വത്തിലുള്ള PTI എന്ന രാഷ്ട്രീയ പാർട്ടിയെ നിരോധിക്കുന്നു. അവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിനുശേഷം ഈ PTI സ്ഥാനാർത്ഥികൾ സ്വതന്ത്രരായിട്ടാണ് മത്സരിച്ചത്. എന്നിട്ട് പോലും ഈ PTI എന്ന് പറയുന്ന പാർട്ടിയുടെ ജനപിന്തുണ ഇല്ലാതാക്കാൻ പട്ടാള ഭരണകൂടത്തിന് സാധിച്ചിട്ടില്ല. അവർ തെരഞ്ഞെടുപ്പിൽ 93 സ്വതന്ത്രന്മാരുമായി അല്ലെങ്കിൽ 93 സീറ്റുകളുമായി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി 116 സീറ്റുകളാണ് ഈ PTIയെ പിന്തുണയ്ക്കുന്ന മുന്നണിക്കുണ്ടായിരുന്നത്. എന്നിട്ടും ഈ ജനാഭിപ്രായത്തെ പോലും അട്ടിമറിച്ചുകൊണ്ട് പരമ്പരാഗത വൈരികളായ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയും പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസും ചേർന്ന് ഒരു ഭരണകൂടം സ്ഥാപിക്കുകയായിരുന്നു. ആ ഭരണകൂടത്തിനായിരുന്നു പട്ടാളത്തിൻ്റെ പിന്തുണ. പാകിസ്ഥാനിൽ അങ്ങനെയാണ്, പട്ടാളത്തിൻ്റെ പിന്തുണയുള്ളവർക്കേ ഭരിക്കാൻ കഴിയൂ. പിന്നീട് നമ്മൾ കാണുന്നത് അസീം മുനീറിൻ്റെ പ്രതികാരമാണ്. അങ്ങനെയാണ് ഈ ഇമ്രാൻഖാൻ ജയിലിലാകുന്നത്, പിന്നീട് ജയിലിൽ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാകുന്നതും ഇപ്പോഴിതാ അദ്ദേഹത്തിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു എന്ന വാർത്ത പുറത്തു വരുന്നതും അദ്ദേഹത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലും ഒട്ടും സുതാര്യതയില്ലാതെ നടത്തുന്നതും. എന്തായാലും കുടുംബം അതിശക്തമായി തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. പാർട്ടി അതിശക്തമായി തന്നെ ഈ നിലപാടുകളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇമ്രാൻഖാൻ്റെ ജയിൽ മോചനം ആവശ്യപ്പെട്ട് അവർ പ്രക്ഷോഭ പരിപാടികൾക്കൊക്കെ തുടക്കം കുറിച്ചിരുന്നു. പക്ഷേ പ്രക്ഷോഭത്തെ അതിഭീകരമായ രീതിയിലാണ് പട്ടാളവും അവിടുത്തെ ഭരണകൂടവും ചേർന്ന് അടിച്ചമർത്തിയിരിക്കുന്നത്. ഇമ്രാൻഖാനെ ജയിലിനകത്ത് ഇല്ലാതാക്കാനുള്ള ഗൂഢപദ്ധതി ഇപ്പോൾ പാകിസ്ഥാനിൽ നടക്കുന്നുണ്ടോ എന്ന സംശയത്തിന് ബലമേകുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ, HIV സ്റ്റാറ്റസോ. HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC
അഥവാ ജ്യോതിഷ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.